വയനാട്ടിലെ കഴിഞ്ഞ 24 മണിക്കൂറായി പെയ്യുന്നത് അതിശക്തമായ മഴയാണ്. മക്കിമലയിലെ 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തലപ്പുഴ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കാപ്പിക്കളത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ അവിടെ 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ലിനറ്റ് വർഗീസ് ഇറക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തലപ്പുഴ കാപ്പിക്കളത്താണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ ശക്തമായ കാറ്റും അതോടൊപ്പം തൊട്ടടുത്തുള്ള പുഴയിൽ നീരൊഴുക്ക് കൂടുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവിടെ നിന്ന് 4ഓളം കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന സ്ഥലമാണ് ആദ്യം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇവിടെ നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കാൻ ആരംഭിച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം അത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ തുടക്കത്തിലെ മണ്ണിടിച്ചിലോടുകൂടെ ഇവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിന്റെ തൊട്ടടുത്തൊരു വീടാണുള്ളത്. വീടിന്റെ തൊട്ടു പുറകിലേക്കാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ഒരു 3 മണിയോടുകൂടിയാണ് ചെറുതായ രീതിയിൽ മണ്ണിടിയുന്നുണ്ടെന്ന് വീട്ടുകാർ ശൈലേച്ചി വിളിച്ച് പറയുന്നത്. ഞങ്ങളിവിടെ ഒരു 4 മണിക്ക് എത്തുമ്പോഴേക്കും തന്നെ മണ്ണിടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ പുഴക്കരയിലൂടെ നടന്നു തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ എത്തിയ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഈ വീട് വെള്ളത്താൽ ചുറ്റപ്പെടുകയും ബാക്കി നന്നായിട്ട് വലിയ ഇടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെ, പ്രായമുള്ള ആളുകളെ അടക്കം ഞങ്ങൾ ഇവിടെ നിന്ന് ഈ കാട്ടിലൂടെ തന്നെ അക്കരെ എത്തിക്കുകയാണ് ചെയ്തത്. RRT കമ്മിറ്റി അംഗങ്ങളൊക്കെ വലിയ സഹകരണമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും നാട്ടുകാർ ചേർന്ന് തന്നെയാണ് എല്ലാവരെയും അക്കരെ കടത്തിയത്, രോഗികൾ, ചെറിയ കുട്ടികളടക്കം ഉള്ളവരെ. പക്ഷെ ഇന്നലെ ഈ മണ്ണ് ഇടിഞ്ഞത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ ഇവിടെ ഇടിയുകയോ ചെയ്തില്ലായിരുന്നുവെങ്കിൽ രാത്രി ഉണ്ടായിട്ടുള്ള അത്ര ശക്തമായ കുത്തൊഴുക്ക് ഈ വീട്ടുകാർ അറിയാതെ പോവുകയും ഈ വീടുകളെ മാറ്റി പാർപ്പിക്കാതിരിക്കുകയും ചെയ്തേനെ. അത് ഒരു കണക്കിന് വളരെ ഭാഗ്യമായി എന്ന് കരുതുകയാണ്. തീർച്ചയായും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു മഴയോട് ചേർന്നുകൊണ്ട് ജില്ലാ ഭരണകൂടം അതോടൊപ്പം മറ്റ് അധികൃതരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശക്തമായ മഴയാണ് വയനാട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും മേഖലയിൽ തുടരുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മാനന്തവാടി മക്കിമലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായിട്ടാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ ഉരുൾപൊട്ടലാണെന്നൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് തലപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പല സ്ഥലങ്ങളും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചെറിയ രീതിയിലാണെങ്കിലുള്ള മണ്ണിടിച്ചിൽ വളരെയേറെ ഗുരുതരമായി തന്നെയാണ് ഇവിടെയുള്ള അധികൃതരൊക്കെ തന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള കുടുംബങ്ങളെ മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ സാധിച്ചതെന്നാണ് മെമ്പർ അടക്കമുള്ളവർ പറയുന്നത്. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.